نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്ന വിശ്വാസിനികളെ, വിശ്വാസികൾക്ക് സന്തോഷവും സങ്കടവും ഒരുപോലെ മനസ്സിൽ സമ്മേളിക്കുന്ന വികാര നിർഭരമായ നിമിഷമാണല്ലോ ഈദുൽ ഫിത്തർ. അനുഗ്രഹീതമായ റമദാൻ അവസാനിച്ചു എന്ന സങ്കടം ഉള്ളതോടൊപ്പം തന്നെ കഴിവിൻ്റെ പരമാവധി ഈ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ തൗഫീക്ക് ലഭിച്ചു എന്ന സന്തോഷവും ആനന്ദവും വിശ്വാസിക്കുണ്ടാകും. മുസ്ലിം ലോകം ഇന്ന് ലോകത്തിൻ്റെ വ്യത്യസ്ത നാനാദിക്കുകളിൽ ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും അലതല്ലലുകൾ കുടുംബങ്ങൾക്കിടയിലും സഹോദരങ്ങൾക്കിടയിലും കുടുംബ ബന്ധുമിത്രാദികൾക്കിടയിലും നാട്ടുകാർക്കിടയിലും ഉറക്കെ ഉയരെ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ദുനിയാവിൽ ലഭിക്കുന്ന ഈ സന്തോഷത്തിലേറെ വിശ്വാസി സന്തോഷം നിറഞ്ഞു തുളുമ്പുന്നത് ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, തൻ്റെ റബ്ബ് ഒരുക്കി വെച്ച പ്രതിഫലം കൺമുന്നിൽ കാണുമ്പോഴാണല്ലോ. നമ്മൾ ചെയ്ത പ്രയത്നങ്ങളെ റബ്ബിൻ്റെ മുന്നിൽ നമുക്ക് പ്രതിഫലമായി കാണണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു മാസത്തെ വൃഥാനുഷ്ഠാന കാലഘട്ടത്തിൽ നാം ചെയ്ത കർമ്മങ്ങൾ റഹ്മാനായ റബ്ബ് സ്വീകരിക്കണം. കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള മാനദണ്ഡം തഖ്വയാണ് എന്നുള്ളതും ആ വൃഥാനുഷ്ഠാനത്തിലൂടെ വിശ്വാസി സമൂഹത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം തഖ്വയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിൽ നിന്ന് മാത്രമാണ് പ്രിയപ്പെട്ടവരെ സ്വീകരിക്കുക. തഖ്വ ആർജിച്ചെടുക്കാനുള്ള പരിശ്രമങ്ങൾ ഈ ദിനങ്ങളിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബിലേക്ക് പ്രാർത്ഥനകൾ ഉയരേണ്ട സമയം, പരിശ്രമങ്ങൾ സ്വീകരിക്കാൻ റബ്ബനാ തഖബ്ബൽ മിന്നാ. ഈദിൻ്റെ സുദിനത്തിലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികളെ സഹാബത്ത് പരസ്പരം ആശംസകൾ പങ്കുവച്ചിരുന്ന ആ പങ്കുവെക്കൽ എന്തെന്നറിയോ? ഈ ഈദിൻ്റെ ഖുതുബകളിന് ആലിംഗനം ചെയ്ത് സ്നേഹസംസാരങ്ങൾ കൈമാറി നമ്മളും പറയുന്ന വാക്കുണ്ടല്ലോ, തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും, എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും റഹ്മാനായ റബ്ബ് സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം
കർമ്മങ്ങളെങ്ങാനും സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്ന ഭയം അവർക്കുണ്ടായിരുന്നല്ലോ. നാളെ റഹ്മാനായ റബ്ബിൻ്റെ അരികിലെ വഖുലൂബുഹും വജിലാ, ഭയവിഹ്വലരായി പേടിപ്പെട്ടുകൊണ്ട് റബ്ബിൻ്റെ അരികിലേക്ക് കടന്നു വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ വിശ്വാസി സമൂഹത്തെ കുറിച്ച് പറയുമ്പോൾ ആയിഷ ബിൻത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, എന്തിനാണ് അവര് റഹ്മാനായ റബ്ബിൻ്റെ അരികിൽ ഭയവിഹ്വലരായിക്കൊണ്ട് പേടിയുള്ളവരായിക്കൊണ്ട് പോകുന്നത് പ്രവാചകരെ? അവർ കള്ളു കുടിച്ചത് കൊണ്ടാണോ? അവർ കളവ് നടത്തിയത് കൊണ്ടാണോ? അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മറുപടി എന്തെന്നറിയോ? സിദ്ദീഖിന്റെ മകളെ, ഒരിക്കലുമല്ല കേട്ടോ. എന്നാൽ അവരുടെ ജീവിതത്തിൽ നമസ്കരിച്ചവരാണ്, അവർ നോമ്പ് നോറ്റവരാണ്, അവർ സദഖ കൊടുത്തവരാണ്. പിന്നെ എന്തേ അവർക്കുള്ള ഭയം? അവർ ഭയപ്പെട്ടിരുന്ന ഭയപ്പാടെന്താ? എന്നിൽ നിന്നെങ്ങാനും എൻ്റെ റബ്ബ് ഈ കർമ്മങ്ങളെങ്ങാനും സ്വീകരിക്കില്ലേ? അതല്ലേ പ്രിയപ്പെട്ടവരെ മുൻഗാമികൾ പറഞ്ഞത്? എൻ്റെ റബ്ബ് ഒരു മിസ്കാല ദർറത്ത്, ഒരു അണിമണി തൂക്കം, ഒരു സുജൂദെങ്കിലും എൻ്റെ റബ്ബ് സ്വീകരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ലതമന്നൈതുൽ മൗത്ത്, ഞാൻ മരണത്തെ കൊതിക്കുമായിരുന്നു, ആഗ്രഹിക്കുമായിരുന്നു എന്ന. പ്രിയപ്പെട്ടവരെ, നാം നിർവഹിച്ച കർമ്മങ്ങളെങ്ങാനും റഹ്മാനായ റബ്ബ് സ്വീകരിക്കപ്പെടാതെ പോയാൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ആമിലത്തുൻ നാസിബ, പണിയെടുത്ത് ക്ഷീണിച്ചവരാണ്, രാത്രി ഉറക്കമൊഴിച്ച് നമസ്കരിച്ചിട്ടുണ്ടാകും, ദാഹിച്ച് വലഞ്ഞുകൊണ്ട് നോമ്പ് നോറ്റിട്ടുണ്ടാകും, വിശന്നുകൊണ്ട് അവൻ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടാകും. പക്ഷെ റബ്ബിൻ്റെ അരികിൽ സ്വീകാര്യമാകണം. ഇല്ല എങ്കിലുള്ള പ്രതിസന്ധി എന്തെന്നറിയോ? അവൻ നാളെ നരകത്തിലാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ അടയാളമാണ് വീണ്ടും കർമ്മനിരതനാകാൻ തൗഫീക്ക് ലഭിക്കുക എന്നുള്ളത്. എൻ്റെ സംസാരത്തെ സശ്രദ്ധം കേൾക്കണം. അതേ, വീണ്ടും കർമ്മനിരതനാകാൻ തൗഫീക്ക് ലഭിക്കുക എന്നുള്ളത് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. 29 ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി രാത്രി നമസ്കാരങ്ങളിൽ ഏർപ്പെട്ട നാം ഇന്നലെ രാത്രി ഒരു റക്അത്തെങ്കിലും അല്ലാഹുവിന് വേണ്ടി വിത്ർ നമസ്കരിക്കാൻ, രാത്രി നമസ്കരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ ദൗർഭാഗ്യത്തിൻ്റെ നിർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിലായി പോയിട്ടുണ്ടോ എന്ന ചിന്ത നമുക്കുണ്ടാകണം. മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞല്ലോ, ഇന്ന മിൻ ജസാഇൽ ഹസനതി അൽ ഹസനത ബഅദഹാ. റബ്ബ് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ അടയാളം എന്തെന്നറിയോ? റമദാനിലല്ലാത്ത കാലഘട്ടത്തിലും ശവ്വാലിൻ്റെ 1-ാമത്തെ ദിവസം കർമ്മങ്ങൾ തുടരും. അവൻ്റെ ജമാഅത്തുകൾ നഷ്ടമാകില്ല, അവൻ്റെ ദിക്റുകളെ അവൻ മറന്നുപോകില്ല, അവൻ്റെ സദഖകളെ കുറിച്ച് അവൻ വിസ്മരിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഹസനുൽ ബസരി റഹിമഹുല്ലാഹ് തന്നെ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ സുബ്ഹാനഹു ലം യജ്അൽ ലി അഅമാലികും അജലൻ ദൂനൽ മൗത്ത്. വിശ്വാസികളെ, നിങ്ങൾക്കൊരു സമയം റഹ്മാനായ റബ്ബ് നിശ്ചയിച്ചിട്ടില്ലട്ടോ. എങ്ങനെ, എന്തിനു വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ? ഇന്ന പീരീഡിൽ മാത്രം, ഈ 29 ദിവസം മാത്രം, ഇന്ന മണിക്കൂറുകളിൽ മാത്രം നിങ്ങൾ കർമ്മം ചെയ്താൽ മതി എന്ന ഒരു കണ്ടീഷൻ റബ്ബ് വെച്ചിട്ടില്ല. അത് എപ്പോഴാണ് നിങ്ങൾ കർമ്മങ്ങൾ അവസാനിക്കേണ്ടതെന്നറിയോ? തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്തും മറ്റു മലായികത്തീങ്ങളും കടന്നു വരുന്ന ഒരു സമയമുണ്ടല്ലോ. ആ മരണം വരെ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അതേ, നിന്റെ മരണം നിന്നെ പിടികൂടുന്നത് വരെ നീ അല്ലാഹുവിന് വേണ്ടി ആരാധന കർമ്മങ്ങളെ അനുവർത്തിച്ചു കൊള്ളുക, പ്രവർത്തിക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ജീവിതത്തിന് ഒരു വഴികാട്ടി അനിവാര്യമാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹിറാ ഗുഹയുടെ അന്ധകാരത്തിലെ ഒട്ടകത്തിന്റെ കയറും പിടിച്ച് മദ്യത്തിന്റെ ചഷകങ്ങളും തേടി പെണ്ണിന്റെ പാദസരക്കിലുക്കം തേടി യാത്ര ചെയ്ത ഒരു അറേബ്യൻ ജനസമൂഹമുണ്ടായിരുന്നു. അവരെ വഴികാട്ടിയ, അവരെ നിർപ്പാന്താവിലേക്ക് നയിച്ച കള്ളുകുടിയന്മാരായ, വ്യഭിചാര കൊതിയന്മാരായ, യുദ്ധവറിയന്മാരായ ആ സമൂഹത്തെ നേർപ്പാതയിലേക്ക് നയിച്ച വഴികാട്ടിയായ ഖുർആനിനെ 29 ദിവസം പ്രിയപ്പെട്ടവരെ നെഞ്ചോട് ചേർത്തിട്ടുണ്ട്. ആ ഖുർആന് മുന്നിൽ തുറന്നുകൊണ്ട് ആ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുക്കിയിട്ടുണ്ട്. ആ ഖുർആനിന്റെ ആയത്തുകൾ പഠിക്കാനും പ്രാവർത്തികമാക്കാനും ഏറെ ശ്രദ്ധ കൈവരിച്ചിട്ടുണ്ട്. അത് തുടർന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ ഗൗരവമാണ്. ആ ഖുർആനിനെ പറ്റിയിട്ട് അല്ലാഹു പറഞ്ഞില്ലേ, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ അഖ്വം.
ഏറ്റവും നല്ലതായ ഏറ്റവും മനോഹരമായ മാർഗത്തിലേക്കാണ് ഖുർആൻ നിങ്ങളെ വഴി കാട്ടുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ ദുനിയാവിൽ മാത്രമല്ല കേട്ടോ ഖുർആന് താങ്ങാവുക, തണലാവുക. നാളെ പരലോകത്ത് തൻ്റെ മാറോട് ചേർത്തിയ തൻ്റെ മക്കള് ഉപകാരപ്പെടാത്ത, തൻ്റെ മാതാപിതാക്കൾ ഉപകാരപ്പെടാത്ത, തൻ്റെ ചങ്ക് ബ്രോക്കൾ ഉപകാരപ്പെടാത്ത ആ പരലോകത്ത് യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, നിന്റെ സമ്പത്തോ നിന്റെ സന്താനങ്ങളോ ഉപകാരപ്പെടാത്ത ഒരു നാളിൽ ആ ഖുർആൻ ഉണ്ടല്ലോ, ആ നോമ്പുണ്ടല്ലോ, തൻ്റെ അടിമക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ വേണ്ടി റഹ്മാനായ റബ്ബിന്റെ സന്നിധിയിലേക്ക് വരും. പടച്ച റബ്ബേ, എന്നെ പാരായണം ചെയ്തത് കാരണത്താൽ അവൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് നാഥ, അവൻ തളർന്നിട്ടുണ്ട് നാഥ, റബ്ബേ എൻ്റെ ശുപാർശ സ്വീകരിക്കണേ എന്ന് ഖുർആൻ പ്രിയപ്പെട്ടവരെ നാളെ പരലോകത്ത് കടന്നു വരുമെന്നുള്ളതാ. രണ്ടാമത്തെ കാര്യം, ഈദിന്റെ സന്ദേശം, അല്ലാഹു അക്ബർ എന്ന ധ്വനികൾ നമ്മുടെ പിഞ്ചുമക്കള് പ്രിയപ്പെട്ടവരെ വളരെ മനോഹരമായി ഈ ഈദ്ഗാഹിന്റെ പന്തലിൽ വെച്ചുകൊണ്ട് അവർ ഉരുവിട്ടല്ലോ. എന്താ അല്ലാഹു അക്ബർ? അല്ലാഹുവാണ് വലിയവൻ, എൻ്റെ എല്ലാ കാര്യങ്ങളെക്കാളും അപ്പുറം എൻ്റെ റബ്ബാണ് വലിയവൻ. പ്രിയപ്പെട്ടവരെ, രാത്രി നമസ്കാരങ്ങൾ തുടർത്താൻ, ആരംഭിക്കാൻ, തുടക്കം കുറിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് തുടർത്തുക എന്നുള്ളത് അനിവാര്യമാണ്. കാനോ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർ രാത്രിയിൽ കുറച്ച് മാത്രമേ ഉറങ്ങുകയുള്ളൂ എന്ന് വിശ്വാസി സമൂഹത്തിന്റെ ഗുണത്തെപ്പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു നൽകിയല്ലോ. എന്താ പ്രിയപ്പെട്ടവരെ രാത്രി നമസ്കാരത്തിന്റെ ഗുണമെന്താ? ഇന്ന നാശിഅത്തൽ ലൈലി അശദ്ദു വത്അൻ വ അഖ്വമു ഖീല, ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന ഗുണമാണ് രാത്രി നമസ്കാരത്തിലൂടെ. അവന്റെ ഹൃദയത്തിന് വിശാലതയുണ്ടാകും, അവന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിക്കും, അവൻ മറ്റുള്ളവരോട് സംസാരിക്കുന്നത് അവർക്ക് ഗ്രഹിക്കാൻ കഴിയും, അവന് വാക്ക് തടസ്സങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തീരുമാനമെടുക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട്, അബ്ദുല്ലാ എത്ര നല്ലവനാ, നിഅമർ റജുൽ അബ്ദുല്ലാ ലൗ കാന യുസല്ലി മിനൽ ലൈൽ, രാത്രി കൂടി നമസ്കരിച്ചിരുന്നുവെങ്കിൽ ആ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതം എന്താ? ഫകാന അബ്ദുല്ലാ ബഅദ ദാലിക ലാ യനാമു മിനൽ ലൈലി ഇല്ലാ ഖലീലാ. അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ ഉപദേശം സ്വീകരിച്ചത് മുതൽ പിന്നീട് അദ്ദേഹം രാത്രി നമസ്കാരം ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതാ. പ്രിയപ്പെട്ടവരെ, മാതൃകയാക്കണം. മൂന്നാമത്തത്, ഈദിന്റെ സന്ദേശം എന്തെന്നറിയോ? ജീവിതത്തിലെ റമദാനിന്റെ കാലഘട്ടത്തിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയ പല കാര്യങ്ങളും, ഭക്ഷണങ്ങളും നാം ഒഴിവാക്കി. ദാഹിച്ച് വലഞ്ഞ സമയത്ത് പോലും പ്രിയപ്പെട്ടവരെ വെള്ളത്തിന്റെ റിർക്ക് പോലും നാം കുടിച്ചിട്ടില്ല. ജീവിതത്തിന്റെ ദാമ്പത്യ സുഖങ്ങൾ നാം മറന്നുപോയിട്ടുണ്ട്. ഇനിയും ജീവിതത്തിൽ എന്താണ് ഈ പാഠങ്ങളൊക്കെ നമുക്ക് സമ്മാനിച്ചത്? മനസ്സിനെ കീഴ്പ്പെടുത്തണമെന്നുള്ളതാ. തെറ്റുകളിലേക്ക് പോകാതെ മനസ്സിനെ അടക്കിപ്പിടിക്കണമെന്നുള്ളതാണ്. അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. എന്താ പ്രിയപ്പെട്ടവരെ ബുദ്ധിമാൻ? സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തവനെന്നല്ല, സാമ്പത്തിക മേഖലയിൽ അഭിവൃദ്ധി ഉള്ളവനെന്നല്ല. ആരാണ് ബുദ്ധിമാൻ? അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരാണ് ബുദ്ധിമാൻ? അതേ മൻ ദാന നഫ്സ, അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഇച്ഛകളെയുണ്ടല്ലോ, അവന്റെ റബ്ബിന് ഇഷ്ടമില്ലാത്ത, അവന്റെ പ്രവാചകന് ഇഷ്ടമില്ലാത്ത ഇച്ഛകളെ അവൻ അടക്കിപ്പിടിച്ചു. വിശ്വാസികളെ, ഈദിന്റെ സന്ദേശങ്ങളിൽ കാണാൻ പാടില്ലാത്തത് കണ്ടിട്ടില്ലല്ലോ 29 ദിവസം, കേൾക്കാൻ പാടില്ലാത്തത് കേട്ടിട്ടില്ലല്ലോ ഈ 29 ദിവസം, പറയാൻ പാടില്ലാത്തത് പറഞ്ഞിട്ടില്ലല്ലോ ഈ 29 ദിവസം. പ്രിയപ്പെട്ടവരെ, തുടർന്നും ആ രൂപത്തിലുള്ള ഒരു നിലപാട് നമുക്കുണ്ടാകണമെന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ 1000 കമ്പനികളെ ഒരു വ്യക്തിക്ക് ഒരു കമ്പനിയിലെ 1000 എംപ്ലോയീസിനെ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ പിടിച്ചു നിർത്താൻ കഴിയും, അവരെ ആശ്വസിപ്പിക്കാൻ കഴിയും. എന്നാൽ മനസ്സിനെ നിയന്ത്രിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ, ആ മനസ്സിനോട് ജിഹാദ് ചെയ്യാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. ചേർത്ത് പിടിക്കലാണ് ഈദിന്റെ സന്ദേശം എന്നുള്ളത്. സക്കാത്തുൽ ഫിത്തർ പ്രിയപ്പെട്ടവരെ, അതിന്റെ പേരിലാണല്ലോ നാം ഇന്നലെയും ഇന്ന് സുബഹിക്ക് ഈദ്ഗാഹിൽ
നിക്കാഹുകളിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ അയൽവക്കക്കാർക്ക്, കുടുംബ ബന്ധുമിത്രാദികൾക്ക് കൊടുത്തത് എന്തേ? ഈ ഈദിന്റെ ദിവസത്തിൽ ആരും പട്ടിണി കിടക്കരുത് എന്ന ഒരു കൃത്യമായിട്ടുള്ള അജണ്ട നമുക്കുണ്ടായിരുന്നു. ആ ചേർത്ത് പിടിക്കലുകൾ ഉണ്ടാവണം. അയൽവാസികളെ, അനാഥകളെ, അഗതികളെ, അതിലുപരി കുടുംബത്തെ, പ്രിയപ്പെട്ടവരെ, ചേർത്ത് പിടിക്കണം. തെറ്റി നിൽക്കുന്നവരോ പിണങ്ങി നിൽക്കുന്നവരോ അസ്വാരസ്യം വെച്ച് പുലർത്തുന്നവരോ ഉണ്ടോ? ഉണ്ടെങ്കിൽ പ്ലാൻ ചെയ്ത ടൂറുകളും കുടുംബാംഗങ്ങളിലേക്കാകട്ടെ ആലിംഗനം ചെയ്ത് സലാം പറഞ്ഞ്, പ്രിയപ്പെട്ടവരെ, ഒരു പൂന്തോട്ടത്തിലെ പൂക്കളെ പോലെ സ്നേഹങ്ങൾ കൈമാറാനും ഒരുമിച്ച് നിൽക്കാനും ഈദിന്റെ സന്ദേശം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കിയ നിങ്ങളെ. എന്നാൽ കുടുംബ ബന്ധങ്ങളെ അത് ഊട്ടിയുറപ്പിക്കുന്നതിൻ്റെ പേരിൽ വിശ്വാസത്തിലെ ഒരു വെള്ളം ചേർച്ച നമുക്കുണ്ടാകാൻ പാടില്ല. സഅദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും ആ സഅദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഉമ്മയുടെയും ചരിത്രം ഇസ്ലാമിക പാഠവങ്ങളിൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാൻ കഴിയും. സഅദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച സമയത്ത് ഉമ്മ പറയുന്നുണ്ട്, സഅദേ, നീ എങ്ങാനും ഇസ്ലാം സ്വീകരിച്ചാൽ ഈ ഉമ്മ വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ ഈ ഉമ്മ നിന്റെ മുന്നിൽ വെച്ച് മരണപ്പെടുന്നു സഅദേ നിനക്ക് കാണേണ്ടി വരും. സഅദ് റളിയല്ലാഹു തആല അൻഹു 9 മാസം തന്റെ ഉദരത്തിൽ പൊറ്റി വളർത്തിയ ആ ഉമ്മയോട് പറയുന്നൊരു വാക്കുണ്ട്, ഉമ്മ, ഞാൻ തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ, ഞാൻ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ എൻ്റെ ഉമ്മ ഒന്നല്ല 100 തവണ ഈ രൂപത്തിൽ കാട്ടിയാലും സഅദ് പിന്മാറില്ല ഉമ്മ എന്ന് പറഞ്ഞ ആ വിശ്വാസമുണ്ടല്ലോ, പ്രിയപ്പെട്ടവരെ, അത് തന്നെയാണ് അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനെന്ന ആ ദൗത്യം നാം പൂർത്തീകരിച്ചേ മതിയാകൂ. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ നരകത്തിൽ നിന്ന് കാക്കണം, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നരകത്തിൽ നിന്ന് കാക്കണം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, മക്കളെ ചേർത്തി പിടിക്കണം. ലഹരി മാഫിയയുടെ അകക്കണ്ണുകളിലെ നമ്മുടെ മക്കളെ കഴുതക്കണ്ണുകൾ നോക്കി നിൽക്കുന്നത് പോലെ നമ്മുടെ മക്കളെ റാഞ്ചാൻ വേണ്ടി അവർ നിൽക്കുകയാണ്. പിടിവിട്ടു കൊടുക്കരുത് പ്രിയപ്പെട്ടവരെ. ലിബറലിസം എന്ന ആ ക്യാൻസർ നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക് പതിയെ കയറിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷിതാക്കളെ, പിടികൊടുക്കരുത്. രക്ഷിതാക്കളെ, നമ്മുടെ മക്കളെ ധാർമ്മിക ബോധമുള്ളവരാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് വിസ്ഡം സ്റ്റുഡൻസ്, അതെ, നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥി കൂട്ടായ്മകളെ അവർ ധാർമ്മിക ബോധമുള്ളവരാക്കി മാറ്റുന്നതിന് ഈ വെക്കേഷൻ കാലയളവിൽ ഒട്ടനവധി പ്രോഗ്രാമുകൾ, പ്രിയപ്പെട്ടവരെ, സംവിധാനിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കൾ അവിടെ ഉണ്ട് എന്ന തീരുമാനം നമ്മൾ എടുക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 8, 9, 10 ക്ലാസ്സിലെ ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഈ വരുന്ന ഏപ്രിൽ 24, 25, 26 തീയതികളിൽ കിണാശ്ശേരിയിൽ വെച്ച് ജാലകം സഹവാസ ക്യാമ്പ് ഉണ്ട്. നമ്മുടെ മക്കൾ അവിടെ ഉണ്ടാകണം. അതുപോലെ തന്നെ സൺറൈസ് മോറൽ സ്കൂള്, വേനലവധിക്കാലത്ത് ധാർമ്മിക ബോധമുള്ള മക്കൾ ഉടലെടുക്കട്ടെ, അവരുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയിട്ട് ഏപ്രിൽ 11, 14 തീയതികളിൽ പുതുനഗരത്ത് വെച്ച് നമ്മുടെ പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ അവിടെ നമ്മുടെ മക്കൾ ഉണ്ടാകണം. നോക്കിയ നിങ്ങളെ, ജീവിതത്തിലെ പ്രിയപ്പെട്ട യുവാക്കളോടും വിദ്യാർത്ഥികളോടുമാണ് പറയാനുള്ളത്. നമുക്ക് പലതും തോന്നിപ്പോകും, പലതും നല്ലതാണെന്ന് തോന്നും. ബദറിലെ അബൂജഹലിനെ തോന്നിപ്പിച്ചതുപോലെ വഇദ് സയ്യന ലഹും, നല്ല കാര്യം, ചീത്ത കാര്യങ്ങളെ നല്ല കാര്യങ്ങളാക്കി തോന്നിപ്പിക്കും പിശാച്. പക്ഷെ പ്രിയപ്പെട്ടവരെ, മഹാരോഗമാണത്, മഹാരോഗമാണ്. തിരിച്ചു കയറാൻ കഴിയാത്ത, റിക്കവറി ഇല്ലാത്ത, ഒരു ബാക്കപ്പ് ഇല്ലാത്ത മഹാരോഗത്തിന് അടിമയാകേണ്ടി വരും. ഇതിന്റെ സന്ദേശത്തില് തഹ്മീദിന്റെ സന്ദേശമുണ്ടല്ലോ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. റബ്ബേ, എല്ലാ സ്തുതിയും നിനക്കാണ്. വെടിയൊച്ചകളില്ലാതെ, മിസൈലുകളുടെ ചീറിപ്പാച്ചിലുകളില്ലാത്ത ഒരു ഈദ്ഗാഹിന്റെ പന്തലിൽ പ്രിയപ്പെട്ടവരെ നമുക്കൊരുമിച്ച് കൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തിന്റെ വ്യത്യസ്ത നാനാദിക്കുകളിൽ ഇറാനിന്റെയും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കിങ്കരന്മാരുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളുണ്ടല്ലോ, ആ പ്രത്യാഘാതം ചെറുതല്ല. ഫുട്ബോൾ മാച്ചിന് നമ്മൾ കമന്ററി പറയുന്നത് പോലെ ഏതെങ്കിലും യൂട്യൂബ് ചാനലുകളിൽ കമന്റ് ഇടേണ്ടതല്ല. ആര് ജയിച്ചാലും തോറ്റാലും പ്രിയപ്പെട്ടവരെ നമ്മെ ബാധിക്കും. ഈ സമയത്ത് നമുക്കുണ്ടാകേണ്ടത് ഫിത്നകളിൽ ഉണ്ടാവേണ്ട പ്രാർത്ഥനയാണ്. ഈ പ്രതിസന്ധികളിൽ നിന്ന് കരകയറാനുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ കേരളവും ഇന്ത്യയും ഒക്കെ വലിയൊരു ഇലക്ഷനെ നേരിടാൻ പോവുകയാണല്ലോ പ്രിയപ്പെട്ടവരെ. ഒരു ഇന്ത്യൻ പൗരന്റെ സമ്മതിദായ അവകാശമാണ് വോട്ടവകാശം എന്നുള്ളത്. എല്ലാവരും, ആ പ്രായപൂർത്തിയെത്തിയ വോട്ടുള്ള എല്ലാവരും വോട്ട് ചെയ്യുക എന്നുള്ള നിർബന്ധമാണ്. പക്ഷേ
വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ലഹരിക്ക് കൂട്ടുപിടിക്കുന്ന, ലിബറലിസത്തിന് കൂട്ടുപിടിക്കുന്ന, തമ്മാടിത്തരങ്ങൾക്ക് കൂട്ടുപിടിക്കുന്ന ഒരാൾക്കാകരുത് നമ്മുടെ വോട്ട് എന്ന ഒരു തീരുമാനം നമുക്കുണ്ടായേ മതിയാകൂ. GCCയിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഈദ്ഗാഹിൽ നമുക്ക് ഒരുമിച്ചിരിക്കാൻ കഴിയുന്നല്ലോ, അവർക്ക് ഈദ്ഗാഹുകളിലില്ല പ്രിയപ്പെട്ടവരെ. അൽഹംദുലില്ലാ എന്ന് നമ്മൾ പറയുമ്പോൾ ആ സഹോദരങ്ങൾക്ക് സമാധാനം കിട്ടാൻ പ്രിയപ്പെട്ടവരെ നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, നമ്മൾ നേടിയെടുത്ത കർമ്മങ്ങൾ പൊളിക്കാൻ പാടില്ല. ഒരു കെട്ടിടം ഉണ്ടാക്കണമെങ്കിൽ വർഷങ്ങൾ വേണം, മാസങ്ങൾ വേണം. കെട്ടിടം പൊളിക്കണമെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് മതി, സെക്കൻഡ്സ് മതി പ്രിയപ്പെട്ടവരെ. നല്ലൊരു വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ മണിക്കൂറുകൾ വേണം. ആ ഭക്ഷണത്തിൽ ഒരു തുള്ളി വിഷമിട്ടാൽ, ഒരു തുള്ളി മണ്ണെണ്ണിട്ടാലേ ആ ഭക്ഷണം കേടുവരുന്നത് പോലെ നമ്മുടെ കർമ്മങ്ങളെ പൊളിച്ചു കളയാൻ പാടില്ല. വലാ തകൂനു കല്ലത്തി നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. ഉറപ്പോടെ നൂല് നൂറ്റ ശേഷം തൻ്റെ നൂല് പല ഇഴകളാക്കി പിരിയുടച്ച് കളഞ്ഞ ഒരു സ്ത്രീയെപ്പോലെ നിങ്ങളാകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തിയല്ലോ. സഹോദരിമാരെ, നമ്മുടെ വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധിക്കണം. ഇസ്ലാം നല്ലൊരു വസ്ത്രമിടുന്നതിനെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല കേട്ടോ. പക്ഷേ ഔറത്തുകൾ വെളിവാകാൻ പാടില്ല, ഔറത്തുകൾ വെളിവാകാൻ പാടില്ല. തലമുടി എന്നുള്ളത് ഔറത്താണ്, നമ്മുടെ കഴുത്ത് എന്നുള്ളത് ഔറത്താണ്, നമ്മുടെ കാല് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഔറത്താണ്. ശ്രദ്ധയുണ്ടാകണം. കുടുംബങ്ങളിൽ അധാർമികമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകരുത്. മഹറമല്ലാത്തവരോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന, ഇസ്ലാം അനുവദിക്കാത്ത രൂപത്തിലുള്ള ഇടപെടലുകൾ അത് കുടുംബങ്ങളിലെ യാത്രകളിലെ, കുടുംബങ്ങളിലെ സൗഹൃദ സംഭാഷണങ്ങൾക്കിടയിൽ ഉണ്ടാവാൻ പാടില്ല എന്നൊരു തീരുമാനമുണ്ടാകണം. ഈദ് എന്നുള്ളത് സന്തോഷമാണ്, ഈദ് എന്നുള്ളത് ആനന്ദമാണ് പ്രിയപ്പെട്ടവരെ. പക്ഷേ അമിതമാവരുത്. ഈ ഈദിൻ്റെ പെരുന്നാൾ ഖുതുബ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് സിനിമാ തിയേറ്ററിൽ പുതുതായി റിലീസായ സിനിമ കാണാനാണോ പ്രിയപ്പെട്ടവരെ നമ്മൾ പോകുന്നതെങ്കിൽ ഈദിന്റെ സന്ദേശത്തിൽ ഇരുന്നതുകൊണ്ട് നമുക്ക് കാര്യമില്ല. അല്ലാഹു അക്ബർ പറയാൻ നമുക്ക് പ്രിയപ്പെട്ടവരെ അർഹതയില്ല. ഈദിന്റെ നമസ്കാരം നമസ്കരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് അർഹതയില്ല. എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, യുവതികളെ, ശ്രദ്ധയുണ്ടാകണം. നമ്മൾ മുസ്ലിമാണ്, ഏത് സമയത്ത് വേണമെങ്കിലും മരണപ്പെടാം. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. എവിടെ വെച്ചാണ്, എങ്ങനെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല കേട്ടോ. തീരുമാനമുണ്ടാവുക. നന്നാവണം റബ്ബേ, സ്വീകരിക്കണേ റബ്ബേ, സ്വർഗത്തിലേക്ക് എത്തിക്കണേ നാഥ എന്ന പ്രാർത്ഥനകൾ ഉണ്ടാകണം. സ്വതക്ക പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാൾ നമസ്കാര ശേഷം പ്രത്യേകം സുന്നത്താക്കിയ കാര്യമായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹു ഒരു മുണ്ടെടുത്തുകൊണ്ട് ആ ഒരു സ്വതക്കക്ക് വേണ്ടിയിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ചിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. ആ സുന്നത്തെ നമ്മൾ പ്രാവർത്തികമാക്കണം. റഹ്മാനായ റബ്ബ് പറഞ്ഞതിനും കേട്ടതിനും ഒക്കെ ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഈദ്ഗാഹിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു സ്ഥലമൊരുക്കി തന്ന നമ്മുടെ സഹോദരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പ്രതിഫലം നൽകുമാറാകട്ടെ. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുമൊക്കെ ദീനിൻ്റെ നിലപാടുകളെ സ്വീകരിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും മുസ്ലിമായി മുഅ്മിനായി മരണപ്പെടാനും നാളെ സ്വർഗീയ പൂന്തോപ്പിലെത്താനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുറേ സഹോദരന്മാർ പ്രത്യേകം എടുത്തു പ്രാർത്ഥിക്കാനുള്ള, നമ്മുടെ പുതുനഗരത്തെ നമ്മുടെ ഒരു സഹോദരി രോഗത്തിന് രോഗിയാണ്, അല്ലാഹു ശിഫ കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മുജീബിക്ക കഴിഞ്ഞ ഈദുൽ ഫിത്തറിനും ഈദുൽ അദ്ഹയ്ക്കും പ്രിയപ്പെട്ടവരെ ഈ ഒരു പന്തലിലുണ്ടായിരുന്ന ചെറിയ രോഗമാണെങ്കിലും അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആഫിയത്തും എല്ലാ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വ്യത്യസ്ത നാനാദിക്കുകളിൽ പ്രയാസമനുഭവിക്കുന്ന നമ്മുടെ മുസ്ലിം ഉമ്മത്തിന് അഹ്ലു സുന്നയുടെ ആളുകൾക്ക് അല്ലാഹുവേ സമാധാനം നൽകണേ അല്ലാ, അല്ലാഹുവേ സമാധാനം നൽകണേ അല്ലാ, അല്ലാഹുവേ സമാധാനം നൽകണേ അല്ലാ. اللهم غفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوة ويا قاضي الحاجات. اللهم ربنا تقبل منا صيامنا وقيامنا وصدقاتنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.